ഇത് 2007 വണ്ടി കേട്ടോ. 2027 പേപ്പർ കൊണ്ട് LX ആണ്. AC മാത്രം. AC വർക്കിംഗ് അല്ല, AC ഉണ്ട്, ശരിയാക്കി എടുക്കണം. 2007 മോഡൽ, 8 രജിസ്ട്രേഷൻ. കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓ, വീഡിയോ ചെയ്യണേ, 4 പവർ വിൻഡോ. ഇത് ഞാൻ 2012 നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങളിൽ ഇതിപ്പോൾ വർക്കുകളൊക്കെ ചെയ്തിനിപ്പം ഈ പറഞ്ഞ ലോക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യുക. ഇത് നമുക്കൊരു 30 രൂപ കൊടുക്കാം ഈ കാണുന്ന കണ്ടീഷനിൽ. ഇത് 2010 മാഗ്ന AC പവർച്ചിനെയും പവർ വിൻഡോ ബാക്ക് വൈപ്പർ ഇല്ല കേട്ടോ. പവർ വിൻഡോ 4 പവർ വിൻഡോ ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. ഡോറൊക്കെ കൊള്ളാം, തുടക്കുന്ന അടയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഡോറൊക്കെ കൊള്ളാം. വണ്ടി ഓവറോൾ ബോഡിയൊക്കെ കണ്ടിട്ട് കൊള്ളാം, വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. 2010 4ാമത്തെ ഓണർ 2,50,000 കിലോമീറ്റർ. ജനുവൻ കിലോമീറ്റർ ഒക്കെ ആണ്. കിലോമീറ്റർ. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയറുണ്ട്. ബാക്ക് ടയർ കുറച്ചുകൂടി ഒന്ന് ഓടിയതാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതുപോലെ എല്ലാ ആഴ്ചയും വരുന്ന പോലെ വിനായ കാസിനകത്താണ് വന്നേക്കുന്നത്. വിനായ കാസ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് വേങ്കാവിള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. കുറച്ചധികം നല്ല മോഡൽസ് വന്നിട്ടുണ്ട്. ഒരു 1.25 ലക്ഷം രൂപയ്ക്കൊക്കെ 7 സീറ്റർ അടക്കമുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്. കാരണം പറഞ്ഞാൽ ഇപ്പം സ്വിഫ്റ്റ് ഉണ്ട്, 800 ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, i10 ഉണ്ട്, സെന്നുണ്ട്. അങ്ങനെ കുറച്ചധികം വണ്ടികൾ നല്ലത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ക്വാളിറ്റി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി മുതലാളി വന്നിട്ടുണ്ട്. മുതലാളി ഭയങ്കര ഫ്രീക്കനായിട്ട് മുടിയൊക്കെ കണ്ട കാശൊക്കെ ആയിപ്പോയാണ്. അപ്പോഴേ നമ്മളെ വണ്ടികളെ ഈ പലരും പല പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം പറഞ്ഞാൽ, ഒന്നാമത്തെ കാരണം ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോയി ഞാൻ അപ്ലോഡ് ചെയ്ത് 3ൻ്റെ അന്ന് അല്ല 2ൻ്റെ അന്ന് ഇവൻ വിളിച്ചു തുടങ്ങും. ഞാൻ 5-6 വട്ടമൊക്കെ വന്ന് എൻ്റെ എല്ലായിടവും ചീത്തയാക്കിയിട്ട് ഇവനെയും ചീത്ത വിളിച്ചിട്ട് പോയിട്ടാണ് ഞാൻ പിന്നെ വന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രധാന കാരണം അടുപ്പിച്ച് വീഡിയോ വരുന്ന അനാവശ്യമായിട്ട് ഇവൻ വീഡിയോ എടുപ്പിക്കുന്നത് എന്നെ കൊണ്ട്. അത് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ ഈ കൊടുക്കുന്ന വണ്ടികളുടെ പ്രൈസ് പോലെ തന്നെ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു പറഞ്ഞായിരുന്നു, നമ്മൾ ഈ കിടക്കുന്ന കണ്ടീഷനിലാണ് തരുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ ഡെലിവറി ചെയ്യുമായിരുന്നില്ലേ, വേറെ നാടുകളിലോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി തൊട്ട് അത് ചെയ്യില്ല. എന്തു പറ്റി അത് ചെയ്യാതിരിക്കാൻ? അല്ല, ചെയ്യൂല എന്നല്ല. ഇപ്പം വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ് കൂടുതൽ. ഞാൻ എല്ലാ വണ്ടിയും എടുക്കും. വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടാതെ കിടക്കുന്ന വണ്ടി എടുക്കും, എടുക്കും, ലോ ബഡ്ജറ്റ് എടുക്കും, ഹൈ ബഡ്ജറ്റ് എടുക്കും, എല്ലാം എടുക്കും. എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ എടുത്തുടനെ കൊടുക്കുക എന്നുള്ളത്. ചിലതെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി കാണാതെ ക്യാഷ് അയച്ചു കൊടുത്തെടുക്കും. എല്ലാം ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എടുത്തുകൊണ്ട് പറഞ്ഞല്ല. അപ്പം ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ കൊണ്ടുവരണം. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല. പഴയ വണ്ടിയാണ്, എനിക്ക് ഒരുപാട് നഷ്ടം വന്ന്. ഇപ്പം കഴിഞ്ഞ മാസം എനിക്കൊരു 80,000 ഒരു വാഗ്നർ ഞാൻ തട്ടിയ വണ്ടി എടുത്ത് പണിയത് ലാസ്റ്റ് 80,000 എനിക്ക് നഷ്ടം വന്ന് ഞാൻ കൊടുത്തത്. അതിന് ഇപ്പോൾ ഒരു പോളോ ഏകദേശം 1.25 എനിക്ക് നഷ്ടം വന്ന് കിടക്കുകയാണ്. ഓട്സോൻ്റെ പോളോ വർഷാപ്പിൽ കിടക്കും, ടൈം ബെൽറ്റ് പൊട്ടി അടിച്ച് ഒരുപാട് പൈസ നഷ്ടം വരുന്നുണ്ട്. അപ്പം ചില വണ്ടികൾക്ക് എനിക്ക് ലാഭം കിട്ടുമെന്ന് കണ്ടാൽ പോലും ഞാൻ പെട്ടെന്ന് വിൽക്കാനേ നോക്കുള്ളൂ. കാര്യം എന്തിനാണ്, പേടിച്ചിട്ട് കിടന്ന പൈസ പോകും. മനസ്സിലായോ? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഈ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം കൊണ്ടുവന്നിട്ട് ഈ ഒരു 5,000 രൂപ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ ഇടരുത്. കാരണം കൈ കിടക്കണ പൈസ പിന്നെ മറയ്ക്കാൻ അവൻ്റെ കയ്യിലില്ല. അപ്പം അതാണ് ഞങ്ങൾ എടുത്ത് പറഞ്ഞത്. ഇനി തൊട്ട് അങ്ങനെ തന്നു വിടുന്ന പരിപാടി അങ്ങനല്ല. ഇപ്പോൾ ഒരു അഡ്വാൻസ് തന്നുള്ള കുഴപ്പം തരുന്ന പറഞ്ഞത്, ഇപ്പം ഒരാൾ എവിടെയും കാണാതെ അഡ്വാൻസ് അയച്ചു തരുമ്പോഴത്തേക്ക് ഇതിന്റെ നല്ല കസ്റ്റമർ ചിലപ്പോൾ എടുക്കാൻ വേണ്ടി സ്പോട്ടിൽ വരുമ്പോഴത്തേക്ക് അവർ കൊടുത്തു വിടില്ല. മറ്റേ കസ്റ്റമർ നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. വണ്ടി കാണാതെ ടക്കനെ അവർ വണ്ടി പോകുമെന്ന് വിചാരിച്ചാണ്. പാവങ്ങളാണ് അവിടെ നിന്ന് പൈസ ഉള്ളിൽ പറയുക പറഞ്ഞായിരിക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം അതാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇവൻ മനസ്സിലാക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഒരു കച്ചവടക്കാരനും പിന്നെ അതേപോലെ ഇതൊക്കെ വിറ്റാൽ ഇയാൾക്കും എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പം അയാളുടെ ബുദ്ധിമുട്ടുകൾ കൂടി നിങ്ങൾ വിചാരിക്കുക. നാളെ മറ്റന്നാളോ എടുക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചിട്ട് ബുക്ക് ചെയ്ത് ഒരു 5,000 രൂപ കിട്ടിയിട്ട് നാളെ മറ്റന്നാൾ നിങ്ങൾ വന്ന് എടുക്കണം. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കള്ളമല്ല. കാരണം പറഞ്ഞാൽ ഈ ഡെയിലി വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ വാക്കിംഗ് കസ്റ്റമേഴ്സിൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഇതിന് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം സത്യം പറഞ്ഞാൽ പോകുന്നത്, അല്ലേ? അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല. മാത്രമല്ല, വിളിക്കാത്തവർ ഡയറക്റ്റ് വേറെ കസ്റ്റമർ ഈ വീഡിയോ ലൊക്കേഷൻ വിളിച്ചോലും ചോദിക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേക്ക് കാണാൻ അഡ്വാൻസ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കൂടുതലും ഗൾഫിലുള്ളവരിക്കാണ് കേട്ടോ. അവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഇട്ട് അഡ്വാൻസ് ഇട്ട് ഇത് നല്ല കസ്റ്റമറാണ്, വേറെ കുഴപ്പം. പക്ഷേ അവർക്ക് ഡെലിവറി ചെയ്യാൻ മടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ കൂടുതലും അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മൾ അവരുടെ സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് കസ്റ്റമർ രീതിക്ക് അങ്ങ് മാറും. അല്ല, അത് വരും. കാരണം ഞാൻ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ എടുക്കുന്നിടം വരെ നമുക്ക് ആരും ഒരു ഉപദേശം തരത്തില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധുക്കളായാലും കൂട്ടുകാരായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ഈ മോഡൽ വണ്ടി വേറൊരിടത്തുണ്ടായിരുന്നു, ഈ വണ്ടിക്ക് ഇന്ന കംപ്ലയിൻസ് ഉണ്ട്, നീ ഇതൊന്നും നോക്കാതാണോ എടുത്തതെന്ന് ചോദിക്കും.
അപ്പോൾ അത് അങ്ങ് കൊണ്ട് തരുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ അവിടുന്ന് എടുക്കാതെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വെച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ ഡയറക്റ്റ് വന്നെടുക്കുക. അഡ്വാൻസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോകണം. കാരണം ഈ പൈസ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് പുള്ളിയുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് കൂടിയാണ് ഈ പറഞ്ഞത്. കാരണം ചില ആൾക്കാർക്ക് 1000 രൂപയൊക്കെ ബുക്ക് ചെയ്തിട്ട് മാസക്കണക്കിന് ഇവിടെ ഒരു വാഗണർ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നീയും മനസ്സിലാക്കണം. കൊല്ലം എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നും നെടുമങ്ങാട് എന്ന് പറയുന്ന നാട്ടിലോട്ട് ഏകദേശം 80-90 കിലോമീറ്റർ ഓടി വന്നിട്ട് ഒന്നും എടുക്കാതെ എത്രയെങ്കിലും ദിവസം ഞാൻ തിരിച്ചു പോയി. നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ വരുമ്പോൾ എത്ര കസ്റ്റമറാണ് ശരാശരി? നിങ്ങൾ ഒരു ദിവസം വരുമ്പോൾ എന്താ വേണം വിളിക്കരുത്. ഞാൻ വിളിച്ചു ചോദിക്കുന്നത് നാളെ വരട്ടെ. അതല്ല വിഷയം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല വരെ അങ്ങനെയല്ല. നമുക്കൊരു വണ്ടി എടുത്താൽ ഇതെടുത്ത് ഫേസ്ബുക്കിലും OLXനും വീഡിയോ ഇങ്ങനെ ചെയ്യണേക്കാൾ ലാഭം എന്തിനാണ്? വീഡിയോ എടുത്ത് പോകുമ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയണ്ട. മറ്റേ വിളിക്കുന്നിടത്ത് എല്ലാം ആൻസർ ചെയ്യണം. ഇതെല്ലാം ഇതേ കോൾ അതിൽ വരും. ഇതിനേക്കാൾ അപ്പുറം കോളാണ് ഫേസ്ബുക്കിലും OLXലും പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞേക്കാൾ എളുപ്പം നമുക്ക് കുറച്ച് നേരം ഈ സംസാരം ഒഴിവാക്കി നിങ്ങൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴേ 5 വണ്ടി ലോഡാവും. നമ്മൾ എന്താ 2 ദിവസം 5 വണ്ടി എന്തായാലും കയറും. 5 ദിവസത്തെ ഒരു 5 വണ്ടി മസ്റ്റ് കയറണേണ്. 5 വണ്ടി 6 വണ്ടി ഇങ്ങനെ കയറാം. അപ്പോൾ കയറുന്ന സമയത്ത് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു പോകുമ്പോൾ അതാണ് നിങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് ഈ വണ്ടി കച്ചവടം. അതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ എനിക്ക് കസ്റ്റമർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, വീഡിയോ കയറി നിർത്താൻ പറ്റും. ചിലപ്പോൾ കസ്റ്റമർ വരാത്ത സാഹചര്യം വരും. എല്ലാ ദിവസവും കച്ചവടം നടക്കണമെന്നില്ല. ഞാൻ ഇന്ന് വേറൊരു നാട്ടിൽ നിന്നാണ്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു വാസന നമുക്ക് ഇന്ന് എടുത്ത് കളയാന്ന്. ഇവിടെ വന്നപ്പോൾ മുതലാളി കുളിച്ചിട്ടില്ല. പിന്നെ പോയി കുളിച്ച് മേക്കപ്പൊക്കെ ഇട്ടതൊക്കെ ഒതുക്കി പിടിച്ചൊക്കെ വന്നപ്പോൾ വൈകി. ഇനിയും വൈകിയാൽ നമ്മൾ രാത്രിയാവും, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ നിർത്തിയാണ് നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ കാണാം. സൈലോ 2010 4ാമത്തെ ഓണർ 2,50,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയറുണ്ട്. ബാക്ക് ടയർ കുറച്ചുകൂടി ഒന്ന് ഓടിയതാണ്. വണ്ടിക്കകം അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏത് മോഡലായിരുന്നടാ? 2010 7 സീറ്ററാണ്. എന്തുണ്ട് മൈലേജ്? ഇത് മൈലേജ് നിങ്ങൾ ചോദിക്കില്ല. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ വായിൽ മൈലേജ് അങ്ങ് പറഞ്ഞാൽ മതി. ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ? പിന്നെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയല്ലല്ലേ. ഓക്കെ, ടയേഴ്സ് ഒക്കെ കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഈ കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ കണ്ടീഷനിൽ കൊടുക്കുള്ളൂ. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു ഈ കണ്ടീഷനിൽ ഒരു 1.15 കൊടുക്കാം. 1.15. 4ാമത്തെ ഓണറാണ്. വേറെ അപാകതകളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ചെറിയ സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളുണ്ട്? ഇത് അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2005 വണ്ടി ചേട്ടാ, കൊറോള. എത്ര ഓണർഷിപ്പ്? 2005 2ാമത്തെ ഓണർ. മൊത്തം കമ്പനി സർവീസാണ് കേട്ടോ വണ്ടി. കിലോമീറ്റർ 1,07,000. ഫുള്ള് കമ്പനി സർവീസാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കാം. കിലോമീറ്റർ ഒക്കെ അപ്പോൾ ജെനുവിൻ ആയിരിക്കും. മാനുവലാണ്. ഇത് ഡീസലാണോ പെട്രോൾ? പെട്രോൾ. വണ്ടിക്കകമൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളായിട്ടൊക്കെ ഇരിപ്പുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. ഈ സീറ്റ് കവർ ഇത് കമ്പനിയിൽ നിന്ന് വന്നതാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കണ്ടിട്ട് തോന്നുന്നു ഫോർഡോ പവറിൻ്റെയാണ്. മൈലേജ് ഇപ്പോഴത്തെ വണ്ടിക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, പഴയ വണ്ടിയാണ്ട് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം ഒഴിവാക്കുന്നത്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയേഴ്സ് അല്പം മോശമാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് പരിപാടികളുണ്ട്. എത്ര ചോദ്യം? 90 രൂപ. ചോദ്യമല്ലേ, ഇത് ഫൈനൽ റേറ്റ് ആണ്. ഇതൊന്നും കുറയൂലേ? എത്ര? 90 രൂപ ലാസ്റ്റ്. 90 രൂപ ലാസ്റ്റ് പ്രൈസ് ആണ്. 99 മോഡൽ വണ്ടി. 2000 വണ്ടി. 2000. ടയർ മോശമാണ്. ഈ ടയർ മാറും? ടയറൊന്നും മാറൂലണ്ണാ. ഇതേ കണ്ടീഷൻ. ബാക്ക് ടയർ ആവറേജ് ഉണ്ട്. എന്ത് ഓടിയിട്ടുണ്ട്? മാരുതിയാണെന്നാ അത്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. വണ്ടിക്ക് ഈ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുമോ? അഴുക്കുണ്ടോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ലീൻ ചെയ്തോണെങ്കിൽ കൊടുക്കുക. ഇതിൽ ഒരു ഓഫർ പ്രൈസ് 30,000 കൊടുക്കുക. AC ഉള്ള വണ്ടിയാണ്. ഈ പുതിയ ടെസ്റ്റ് വണ്ടിയാണ്. AC വർക്ക് ചെയ്യുമോ? AC വർക്ക് ചെയ്യൂല. പിന്നെ AC വണ്ടി പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇതെടുക്കാല്ലേ, AC സ്കിറ്റ് വാങ്ങിക്കാൻ തന്നെ ഒരു പൈസ ആവൂലേ. അങ്ങനെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇതിലൊന്നും കാണിച്ചിട്ടില്ല. ഇതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഇനി എത്ര ആളുണ്ട്? ഇതിന്റെ പേപ്പർ ഈ പുതിയ പേപ്പറാണ്. 29 രൂപ പേപ്പറുണ്ട്. MBF അല്ലേ? കാർബേറ്റർ 2000 മോഡലോ. 30,000 രൂപ. 2007 വണ്ടി കേട്ടോ. 27 രൂപ പേപ്പറുണ്ട്. 27 പേരുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് കേട്ടോ. ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടിക്കകം കാണാനും ഒക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ എങ്ങനെ പക്കയല്ലേ? ഏതാണ്? സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. പവറിൻ്റെ മാത്രമേ ഉള്ളൂ. പവറിൻ്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 45,000.
45,000 രൂപ. ലാസ്റ്റ് പ്രൈസ് ആണോ? ഓ, റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒറ്റ കൊണ്ട് വണ്ടിയാണ്, എല്ലാം അയാൾ നല്ല രീതിയിൽ കൊണ്ടുവന്നത്. റീപ്ലേസ് ഒന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടി. 45,000 രൂപ. ഇത് 2010 മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, പവറിൻ്റെ ബാക്ക് വൈപ്പർ ഇല്ല കേട്ടോ, പവറിൻ്റെ 4 പവറിൻ്റെ ഉണ്ട്. ഫുള്ള് പണിയും ചെയ്ത് തീർത്തിട്ട് വിത്ത് കമ്പനി ബില്ല് സഹിതമുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്, ഇതിലൊന്നും മാറാനില്ല. നല്ല ടയേഴ്സാണ്. ഉണ്ട് 9,475 രൂപയ്ക്ക് ഫുള്ള് ഓയിൽ കാര്യം ഫിൽറ്റർ എല്ലാം. എൻ്റെ കൂട്ടുകാരന് വേണ്ടി എല്ലാം ഞാൻ പണിയത് എല്ലാം ക്ലീൻ പീസാക്കി. അപ്പോൾ അത് ഒരു i20 കണ്ടപ്പോൾ പുള്ളിക്കാരൻ അത് മതിയെന്നും പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് വെക്കണം. വണ്ടി കാണുന്നോടെ ഫുള്ള് ഞാൻ നീറ്റ് ആക്കിയത്. വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 1,15 ലാസ്റ്റ്. 1,15 ലാസ്റ്റ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. വണ്ടി ഫുള്ള് ഇത് പക്ക, ഇത് എണ്ണടിക്ക് ഓടോ എല്ലാം ഞാൻ ചെയ്ത്. സാധാരണ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അത് കാണുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തു. എഞ്ചിൻ ഓയിൽ അടക്കം എല്ലാം മാറിയിട്ടേക്കാം. ഓക്കെ. ഇതിന് ലോൺ സൗകര്യം കിട്ടുമോ? 95,000 രൂപ ലോൺ കിട്ടും. നീ 1.5 ചോദിക്കുന്നത്. 1,15 ചോദിക്കുന്നുള്ളൂ. 2006 രജിസ്ട്രേഷൻ. എത്രാമത്തെ ഓണർഷിപ്പാ? ഇത് 2ാമത്തെ ഓണറാ. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ്. ഇതൊന്നും വർക്ക് ചെയ്യില്ലല്ലോ? ഇത് ഇതേപോലെ വർക്ക് ചെയ്ത് കൊടുക്കാം. ഓ, 2006 രജിസ്ട്രേഷൻ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 90,000. 90 ഓടി. സീറ്റ് കവേഴ്സ് AC പവർ സ്റ്റിയറിംഗ് ആണ്. AC വർക്കിംഗ് അല്ല, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. ഓ, 68 രൂപ നിലവിൽ കാണാൻ. എത്ര? 68,000. ഇത് ചെയ്ത് കൊടുക്കാടെ 68,000 രൂപയ്ക്ക് ചെയ്യൂ. ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 68,000 രൂപയ്ക്ക് ടച്ച് ചെയ്ത് തരുന്ന വർക്കാണ്. അത് നമ്മളിവിടെ ഇത് 2007 വണ്ടി കേട്ടോ. 2027 പേപ്പർ കൊണ്ട് LX ആണ്. AC മാത്രം. AC വർക്കിംഗ് അല്ല, AC ഉണ്ട്, ശരിയാക്കി എടുക്കണം. ഏകദേശം എത്ര രൂപയാവും? 5,000 രൂപ വർക്ക് വരും ACക്ക്. ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് നീ കൊടുക്കും? ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ 70 രൂപ കൊടുക്കാം. 70 അല്ലെങ്കിൽ 65? അല്ലെങ്കിൽ 65. 65 ലാസ്റ്റ് പ്രൈസാ? ലാസ്റ്റ് പ്രൈസാ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അകം വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റ് ചരിച്ചിട്ടേക്ക് കിടക്കാൻ വേണ്ടിയാണ് ആർക്കും ഇട്ടേ. ടയറൊക്കെ കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 65 ഫൈനൽ 65 രൂപ. AC വിട്ട് 2007 LX ആണ് കേട്ടോ. 2027 വരെ പേപ്പറുണ്ട്, 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 2007 മോഡൽ, 8 രജിസ്ട്രേഷൻ. 8 രജിസ്ട്രേഷൻ. അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? PDA ആണേ. 4 പവർ വിൻഡോ. കളർ അടിപൊളി കളർ അല്ലേ? പച്ച കളറ്. ഇരുട്ട് വാങ്ങന കണ്ട ബ്ലാക്ക്, പകല് കണ്ട പച്ച. കൊള്ളാം, വണ്ടി കൊള്ളാം. വണ്ടിക്കകം ഒക്കെ കൊള്ളാം. ഒരു ചെറിയ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. 4 പവർ വിൻഡോയാണ്. ഡീസലാ പെട്രോളാ? ഡീസൽ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയർ ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങളാണുള്ളത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എത്ര ചോദ്യം? 1,45. 1,45 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ്. 2008 സ്വിഫ്റ്റ് ആണ് വീഡിയോ. ഇത് ഞാൻ 2012 നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഉണ്ടോ? ഇതിപ്പോൾ വർക്കുകളൊക്കെ ചെയ്ത് ഇനിയിപ്പം ഈ പറഞ്ഞ ലോക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെയ്യാം. ഇത് നമുക്കൊരു 30 രൂപ കൊടുക്കാം. നീ കാണുന്ന കണ്ടീഷനിൽ 30 രൂപ. വണ്ടിയുടെ ലോക്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കത്തില്ല? ഇല്ല, അതൊക്കെ അവർ കൊണ്ട് ക്ലിയർ ചെയ്യും. എല്ലാം കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഈ പൈസയും കൊടുക്കുക. എത്ര രൂപയ്ക്കാണ്? 30 രൂപ. 30 രൂപ. AC ഒക്കെ വർക്ക് ചെയ്യുമോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 2005 വണ്ടി. എത്രാമത്തെ ഓണർഷിപ്പാ? 2005 വണ്ടി. ഇത് ഓണർഷിപ്പ് 5-6 വന്നു. 5-6 ഓണർഷിപ്പ്. അപ്പം കറക്റ്റ് വണ്ടി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇത് ഡോറൊക്കെ കൊള്ളാം. ഞാൻ പറയണ കസ്റ്റമർ നോക്കിയിട്ട് ക്വാളിറ്റിയാണെന്ന് പറഞ്ഞു. കൊള്ളാം, കുഴപ്പമില്ല. AC വർക്ക് ചെയ്യുമോ? AC ഉണ്ടോ? AC ഉണ്ട്, വർക്കിംഗ് അല്ല. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. എത്ര ചോദിക്കുന്നത്? 35,000 രൂപ കൊടുക്കും. 2005. AC വർക്കിംഗ് അല്ല 35,000 രൂപ. എന്നാലും 35 ആവും. 2005 വണ്ടിയാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഡോറൊക്കെ കൊള്ളാം. തുടക്കുന്ന അടയ്ക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഡോറൊക്കെ കൊള്ളാം. വണ്ടി ഓവറോൾ ബോഡിയൊക്കെ കണ്ടിട്ട് കൊള്ളാം. വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതിപ്പോൾ ഏത് മോഡൽ? ഇത് 2011 വണ്ടി. ഏത് ടാറ്റയുടെ വെഞ്ചർ. എത്ര കിലോമീറ്റർ ഓടി? അത് കിലോമീറ്റർ 1.15 1.20 ഓടിപ്പിച്ച്. ജനുവൻ കിലോമീറ്റർ ആണോ? ജനുവൻ കിലോമീറ്റർ ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
വണ്ടിക്കകം ഇരുട്ട് വീണ് തുടങ്ങി, അതാണ് പ്രധാന പ്രശ്നം. വണ്ടിക്കകം കാണാൻ പറ്റും. വണ്ടി കൊള്ളാം. AC പവറിൻ്റെ വണ്ടിയാണ്. പക്ഷേ AC മാത്രം വർക്കല്ല, ബാക്കി എല്ലാം വർക്ക് ചെയ്യണം വണ്ടി. ഏകദേശം വർക്കുകളെല്ലാം ചെയ്തിട്ടൊക്കെയാണ് ഇനി കൊണ്ടുപോയി സർവീസ് ചെയ്യുക, എടുത്തിട്ട് ഓടുക, വേറെ ഒന്നുമില്ല. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ. ഒരു ഒമന കൊണ്ട് കിടക്കുന്ന ഒരാൾക്ക് അത്യാവശ്യം സാധനങ്ങൾ അടിക്കാനും കാര്യങ്ങൾക്കെല്ലാം നല്ല ഡീസൽ മൈലേജ് ഉള്ള ഇൻഡിക്കേറ്റർ എഞ്ചിൻ പറഞ്ഞ വണ്ടിയാണ്. വൃത്തിയാക്കി സീറ്റൊക്കെ സെറ്റ് ചെയ്തെടുത്ത എൻ്റെ ഇതാ പറഞ്ഞ കിടക്കണുണ്ടോ. ഞാൻ കാരവാൻ കണക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്. കാരവാൻ കണക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഇത് ചോദിക്കുന്നത് നീ? ഇത് വന്നിട്ട് നമുക്ക് 75 കൊടുക്കും ലാസ്റ്റ് പ്രൈസ് 75,000 രൂപയാണ് വില. 2000 മോഡലുണ്ട്. 2000 മോഡൽ സെന്ന് 30,000. പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. നമ്മളെ എബിനാ വണ്ടി വന്ന വണ്ടിയാണ്. ഓണർ എത്ര? കാക്കാമൂല. ഓണർ എത്ര? ഓണർ ഇതിപ്പം ഓണർ വന്നിട്ട് 3ാമത്തെ ഓണർ. 3. ഇരുട്ടായി ഇവിടെ വണ്ടിക്കകം കാണിച്ചു തരാൻ പറ്റുന്നില്ല. സീറ്റ് കവേഴ്സ് ചെറിയൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടച്ച് ആൻഡ് പോളിഷ് പരിപാടി എന്തെങ്കിലും? ചെറുതായിട്ട് ബമ്പറൊക്കെ ടച്ച് ചെയ്യാണ്ട് ഉണ്ട്. അതൊക്കെ ചെയ്ത് കൊടുക്കും? അതെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കൂല? ഇല്ല. ഇതാണ് ഈ കിടക്കുന്നതാണ്. ഓക്കെ. എത്ര ചോദിച്ചാൽ? 30,000. 30,000 ഈ കിടക്കുന്ന കണ്ടീഷൻ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഓടിക്കാനും കൊള്ളാം. എല്ലാം പക്കയാണ്. പേപ്പറെല്ലാം കറണ്ടാണ്. പേപ്പറിലെ ഈ അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടനവധി വണ്ടികൾ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം ഒരു 7-8 വണ്ടി കൂടുതൽ വണ്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ പഴയ വണ്ടികളിൽ 1-2 വണ്ടികളും കൂടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അത് കാണിച്ച വണ്ടികളായാണ് ഞാൻ എടുക്കാത്തതാണ്. പിന്നെ ഈ നാനോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഈ തുറക്കുന്ന ആ ക്ലിപ്പ് കംപ്ലയിൻ്റ് ആണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഇച്ചിരി പിടപ്പായി പോയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം പറഞ്ഞാൽ രാത്രിയായിപ്പോയി. ഞാൻ നേരത്തെ വന്നതാണ്, ഒരു 5 മണിക്ക് മുമ്പ് ഞാൻ വന്നതാണ്. നമ്മളെ മുതലാളി ചെറുക്കനെ കിട്ടാത്തതുകൊണ്ടും ഷൂട്ട് വൈകി പോയതുകൊണ്ടുമാണ് ഇത്രയും പെട്ടെന്ന് കാണിച്ചത്. കാരണം ഞാൻ സാധാരണ ഇച്ചിരി പതുക്കെ എല്ലാം വൃത്തിയായിട്ട് എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തവണ ഞാൻ ഇച്ചിരി ഫാസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിപ്പോയി. പറയുന്നതായാലും കാണിക്കുന്നതായാലും എല്ലാം ഫാസ്റ്റായിപ്പോയി. അപ്പം വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോകൾ ഇവൻ കറക്റ്റ് ടൈമിന് വരുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, വൃത്തിയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ വണ്ടി ഇത് കിടിലൊരു വണ്ടി കേട്ടോ, 7 സീറ്റർ വണ്ടി. പിന്നെ ഇതൊരു I10 അവിടെ കിടപ്പുണ്ട്. പിന്നെ തന്നെ ആ കിടക്കണ ഒരു സ്വിഫ്റ്റ്. ഇത് 3 പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിൽ ഒരു കാര്യം ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ എക്സ്ചേഞ്ച് കിട്ടുമോ ഇവിടെ എന്നുള്ളത് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും കുറഞ്ഞ വണ്ടികൾ വിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. 100% എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം പുള്ളിക്കാരൻ പറയുന്നത്, നിങ്ങൾ സൈക്കിളുമായിട്ട് വന്നിട്ട് നിങ്ങൾക്കൊരു കാർ വേണമെന്ന് പറഞ്ഞാലും ആ സൈക്കിളിനൊരു വിലയിട്ട് കാർ തരാൻ പുള്ളി തയ്യാറാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം സൈക്കിളുമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് ബൈക്കൊന്നും വേണ്ട, ഡയറക്റ്റ് കാറിൽ കയറണമെന്ന് പറഞ്ഞാലും കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് പ്രതീക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ വണ്ടി മാറ്റി വാങ്ങിക്കാമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ഈ കൊറിയർ വരുന്ന പരിപാടി പിന്നെ മാക്സിമം ചെയ്യത്തില്ല എന്നല്ല, പക്ഷേ എന്നാലും മാക്സിമം നിങ്ങൾ വന്നെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.